ഒത്തുകൂടുമ്പോൾ സന്തോഷമാണ് എല്ലാവർക്കും, കാരണം സ്നേഹമുണ്ട്. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും വിഷമം ഉണ്ടായാലും ഒട്ടനെ ഒന്ന് വീട്ടിലെത്തണം. വീട്ടിലെത്തി എല്ലാവരുമായിട്ട് ഒത്തിരുന്ന് കളിച്ച് പറഞ്ഞ് ചിരിച്ച് കഴിഞ്ഞു കൊണ്ടം ഒന്നിച്ച് വളഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ച് തമാശ പറഞ്ഞ് പിരിയേണ്ടതാണ്. അതിന് വരെ മേച്ചപ്പുറത്ത് അവിടെ വിളമ്പി വെക്കും. ഓരോരുത്തരും വന്ന് അവനവൻ്റെ ഇഷ്ടത്തിന് കോരിത്തന്ന് കിടന്നുറങ്ങുന്ന കുടുംബം കൂടുമ്പോൾ ഇമ്പമുണ്ടാവില്ല. അഥവാ സീരിയൽ കാണുമ്പോൾ ആയിരിക്കും ഒത്തുകൂടുക. അപ്പോൾ സീരിയലിൻ്റെ ഗൗരവത്തിൽ പരസ്പരം വർത്തമാനം പറയാൻ സമയമുണ്ടാവില്ല. അച്ഛനും മക്കളും കണ്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കും. അങ്ങനെ ഒരു ഇതിപ്പോൾ അച്ഛനോട് ചോദിച്ചാൽ മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എടോ നമ്മളെ മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് തിരിഞ്ഞ് ഭാര്യയോട് ചോദിക്കുന്ന അവസ്ഥ വന്നുകൊണ്ടിരിക്കുക. ഇതെന്തുകൊണ്ട് എന്നതിന് ഉത്തരമാണ് ഈ പറഞ്ഞത്. ടെസ്റ്റോസ്റ്ററോൺ ഒരു തുള്ളിയുടെ 10,000-ലൊരു അംശം കുട്ടിയിലേക്ക് എത്തിയാൽ കുട്ടികളെ മുഴുവൻ യന്ത്ര മനുഷ്യരാക്കി മാറ്റാം. അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുകൂടി തിരിച്ചറിയുമ്പോൾ സ്വന്തം ക്ലാസ്സിലിരിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ സ്വന്തം ക്ലാസ്സിലെ കുട്ടിയെ കത്തിയെടുത്ത് കുത്തി കൊന്നാൽ 10ാം ക്ലാസ്സിലെ കുട്ടി സഹോദരിയെ കാണേണ്ട ക്ലാസ്മേറ്റിനെ ബലാത്സംഗം ചെയ്താൽ ഒരത്ഭുതമില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഇത് കഴുത്ത് പിടിച്ച് ഞെക്കി ജനലിലോട്ട് പുറത്ത് വലിച്ചെറിയേണ്ട കാര്യം. അവൻ മൊബൈലിൽ നഗ്നമാക്കി ഫോട്ടോ എടുത്താൽ ഒരത്ഭുതമില്ല. ഇതൊക്കെ സംഭവിക്കും. ഡിസീസ് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ അത്ര അപകടം പിടിച്ചതാണ്. ഭക്ഷണത്തിൽ അല്പം മാറ്റം വരുത്തിയാൽ ഇതെല്ലാം ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഫുഡ് വെപ്പൺ എത്ര ശക്തമാണ് എന്ന് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തെ ടോപ്പിക്, ചേഞ്ച് ദ പാറ്റേൺ ഓഫ് അഗ്രികൾച്ചർ. കൃഷിയോടുള്ള മനോഭാവം തന്നെ മാറ്റിക്കളയും. നെൽകൃഷി അത് നഷ്ടമാണ്. തിരിച്ച് നമ്മൾ ഒരാളോട് ചോദിക്കണം, നഷ്ടമാണെന്ന് പറഞ്ഞാൽ നീ ജനിച്ചിട്ട് ഭൂമിക്ക് എന്താ ലാഭം? അത്രയും ചോറ് ദിവസേന മലമാക്കി മാറ്റുന്ന ഈ യന്ത്രം കൊണ്ട് സമൂഹത്തിന് ഭൂമിക്ക് എന്താ നേട്ടം? നിന്നെ സൃഷ്ടിച്ചുകൊണ്ട് പടച്ചോൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാലോ? നമുക്ക് ചോദ്യം തിരിച്ചു ചോദിക്കാവുന്നതാണ്. നീ ജനിച്ചുകൊണ്ട് എന്താ നേട്ടം സമൂഹത്തിന്? പൂമ്പാറ്റ കൊണ്ട് കാര്യമുണ്ട്, വെണ്ടയ്ക്ക ഉണ്ടാക്കുന്നുണ്ട്, പഴങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പൂമ്പാറ്റ പരാളുന്നുണ്ട്, തേനീച്ച കൊണ്ട് കാര്യമുണ്ട്, എല്ലാ ജീവികളെ കൊണ്ട് കാര്യമുണ്ട്. നീ ജനിച്ചിട്ട് എന്താ കാര്യം ഭൂമിക്ക് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും? ഒരാൾക്ക് ശ്വസിക്കാൻ ഒരു ദിവസത്തേക്ക് ശരാശരി മനുഷ്യന് ശരാശരി ശ്വാസം കഴിക്കുന്ന ആൾക്ക് 13.5 കിലോ ശുദ്ധവായു വേണം ഒരാൾക്ക് ഒരു ദിവസം. നമ്മൾ ഇതുവരെ തൂക്കം നോക്കിയിട്ടില്ല, എത്ര ശ്വസിക്കുന്നത് നോക്കിയിട്ട് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഓടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടുതൽ വേണം, കഥക്കും. കാരണം ഓക്സിജൻ്റെ ഡിമാൻഡ് കൂടുന്നു, ശരീരത്തിൻ്റെ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടും. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് വേമ്പയും ശ്വാസം കഴിക്കും. യു ഹാവ് ടു മേക്ക് ഏബിൾ യുവർ ബോഡി. ശരീരത്തിൻ്റെ കഴിവ് കൂട്ടണം. അതുകൊണ്ട് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടി പൂർത്തിയാക്കണം. അതുകൊണ്ട് ഓടിയാൽ വേഗം വേഗം കിതച്ചുകൊണ്ടിരിക്കും. നിങ്ങളിങ്ങനെ കിടക്കുകയാണെങ്കിലോ ഉറങ്ങുകയാണെങ്കിൽ ശ്വാസഗതി പതുക്കെയാവും. അപ്പോൾ വളരെ കുറച്ച് ഓക്സിജനെ ആവശ്യമുള്ളൂ. അവയവങ്ങളൊക്കെ പ്രവർത്തനം നിർത്തി വളരെ കുറച്ച് ഓക്സിജനെ ആവശ്യമുള്ളൂ. മൊത്തം കൂട്ടിയാൽ 13.5 കിലോ ഓക്സിജൻ വേണം. നമ്മൾ ഒരാൾ ചോദിക്കുന്നു, ഇപ്പോൾ ദൈവം മുന്നിൽ വന്നു, എടാ നിനക്ക് 13.5 കിലോ ശുദ്ധവായു വേണം, ഇത് ശ്വസിക്കാൻ എന്താ നിൻ്റെ അർഹത എന്ന് ചോദിച്ചാലോ? ഇതുണ്ടാക്കാൻ നീ എന്താ ചെയ്തത്? നമ്മൾ എന്ത് ഉത്തരം പറയും? ഒരു നഗരവാസി ഞാൻ 16 മണിക്കൂറൊക്കെ കമ്പ്യൂട്ടർ ജോലി ചെയ്യുന്നുണ്ട്, പുതിയ ഹാർഡ്വെയർ കണ്ടെത്തിയിട്ടുണ്ട്, പുതിയ സോഫ്റ്റ്വെയർ കണ്ടെത്തിയിട്ടുണ്ട്, ഇതിന് എത്ര ശുദ്ധവായു വേണമെന്നുള്ളത് കണ്ടുപിടിക്കാൻ പുതിയ സോഫ്റ്റ്വെയർ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ശുദ്ധവായു ഉണ്ടാക്കാൻ ആരെ കൊണ്ട് കഴിയില്ല? കമ്പ്യൂട്ടറിനെ കൊണ്ടോ സോഫ്റ്റ്വെയറിനെ കൊണ്ടോ കഴിയില്ല. എത്ര വായു ഉപയോഗിക്കണമെന്ന് കണ്ടുപിടിക്കാൻ ആരെ കൊണ്ട് കഴിയും? സോഫ്റ്റ്വെയറിനെ കൊണ്ട് കഴിയും. ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കി ചേഞ്ച് ദ പാറ്റേൺ ഓഫ് അഗ്രികൾച്ചർ. കൃഷിയുടെ സ്വഭാവം മാറ്റിക്കളയും. എന്നാൽ എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് പരിതസ്ഥിതിയാണ്, നമ്മുടെ ചുറ്റുപാടാണ്. നമുക്ക് എന്ത് കിട്ടുമോ അതാണ് നമ്മൾ കഴിച്ചിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അന്ന് പെട്രോളിയം വാഹനമില്ല, ഡീസൽ ലോറിയില്ല, SI ഗോഡൗൺ ഇല്ല, വളപ്പൊന്നും ചുറ്റുപാടും എന്ത് കിട്ടുമോ അതൊക്കെ നമ്മൾ കഴിച്ചിരുന്നു. അത് കഴിച്ച് നമ്മൾ ജീവിച്ചു സുഖമായിട്ട്. മലയിലുള്ളവർ കിഴങ്ങ് കൂടുതൽ കഴിച്ചു, സമതലത്തുള്ളവർ അരി കൂടുതൽ കഴിച്ചു, കടൽ തീരത്തുള്ളവർ മത്സ്യം കൂടുതൽ കഴിച്ചു. അങ്ങനെയായിരുന്നു നമ്മൾ. കപ്പലിൽ പോകുന്നവർ മത്സ്യം കൂടുതൽ കഴിച്ചു. ലക്ഷദ്വീപുകാരുടെ മെയിൻ ഫുഡ് തന്നെ മത്സ്യമാണ്. അതങ്ങനെ വരുള്ളൂ. അതിന് കൂടെ മത്സ്യം കഴിച്ചാൽ വറ്റുന്നു പോകാനൊന്നുമില്ല, ഫൈബറിനില്ലാണ്. അതുകൊണ്ട് അവർ ധാരാളം തേങ്ങ കൂടി തിന്നു. അതുകൊണ്ട് മലബന്ധം ഉണ്ടായിരുന്നില്ല. ഒരു ബാലൻസ് ആയിരുന്നു. ഇങ്ങനെ സാഹചര്യത്തിനനുസരിച്ചാണ് ഇത് വന്നത്. ഇതങ്ങ് മാറ്റുക. എന്താ വേണ്ടത്? കുറെ ന്യൂട്രീഷൻ വിദഗ്ധന്മാർ വരിക, സമീകൃത ആഹാരം. ഓരോ മനുഷ്യനും ഇത്ര സ്റ്റാർച്ച് കഴിച്ചിരിക്കണം, ഇത്ര ഫാറ്റ് കഴിച്ചിരിക്കണം, എത്ര പ്രോട്ടീൻ കഴിച്ചിരിക്കണം, ഇന്ന വിറ്റമിൻ എത്ര ഗ്രാം വേണം, ഇത്ര മില്ലിഗ്രാം വേണം എന്നൊരു കണക്കങ്ങ് ഹാജരായി.
ഈ കണക്കൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ ടേസ്റ്റ് ബഡ് നമുക്ക് പറഞ്ഞു തന്നിരുന്നു. നിങ്ങൾക്ക് ജലദോഷം വന്നാൽ കറി കൂട്ടുമ്പോൾ ഒരിത്തിരി എരിവ് കൂടുതൽ വേണം തോന്നും. ആ എരിവ് എണ്ണുന്നത് വിത്ത് വൈറ്റമിൻ സി ആയിരിക്കണം. കാരണം ജലദോഷം വരുന്നത് തന്നെ വൈറ്റമിൻ സി ഭക്ഷണത്തിൽ കുറഞ്ഞു പോയിട്ടാണ്. എല്ലാ ജന്തുക്കൾക്കും പടച്ചോൻ വൈറ്റമിൻ സി ഉണ്ടാക്കാനുള്ള വഴി കൊടുത്തിട്ടുണ്ട്. പൂച്ചക്കുണ്ട്, പട്ടിക്കുണ്ട്, പശുവിനുണ്ട്. വൈറ്റമിൻ സി ഉണ്ടാക്കാനുള്ള അവയവം മനുഷ്യനില്ല. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കാൻ മനുഷ്യന് കഴിയില്ല. പ്രൊമേറ്റ്സ് ഒന്നുമില്ല, കുരങ്ങിനൊന്നുമില്ല. കാരണം അവരൊക്കെ പഴമാണ് പ്രധാന ഭക്ഷണം. പഴങ്ങളും പച്ചക്കായകളും തളിരിലയും കഴിക്കുന്നതുകൊണ്ട് വൈറ്റമിൻ സി അവർക്ക് കിട്ടും. ചിലപ്പോൾ ലാമാർക്കിയൻ സിദ്ധാന്തത്തിനനുസരിച്ച് ചിലപ്പോൾ കാലക്രമേണം കൊണ്ട് ലക്ഷക്കണക്കിനും കൊണ്ട് കൊല്ലം കൊണ്ട് പരിണാമത്തിലൂടെ വൈറ്റമിൻ സി ഉണ്ടാക്കുന്ന ഘടകം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാവാം. അല്ല എന്ന് പറയാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. അല്ല എന്ന് പറയാനൊരു ശാസ്ത്രം കണ്ടെത്തിയിട്ടുമില്ല ഇതുവരെ. ഒരുപാട് വായിച്ചു നോക്കിയിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ വൈറ്റമിൻ സി ഇല്ല എന്നുള്ളത് സത്യം. ഫാറ്റ് മാനേജ്മെന്റ് വൈറ്റമിൻ സി മാത്രമാണ്. ഇതാണ് അതിൻ്റെ തത്വം. ഇപ്പോൾ നമുക്ക് തോന്നും ഒരു പച്ചമുളക്, ഒരു കാന്താരി മുളക് കറിയിൽ വേണം. വൈറ്റമിൻ സിയും എരിവും ഒന്നിച്ച് കിട്ടും, കഫം അലിയിക്കും. അതുകൊണ്ട് കറിയിൽ മോരിൽ ഒരു കാന്താരി മുളക് ചേർക്കണം തോന്നും നമുക്ക്. ലാക്റ്റിക് ആസിഡിൻ്റെ കൂടിയാകുമ്പോൾ ശക്തമായി പ്രവർത്തിക്കും. പിന്നെ മോര് വേണം, മോരിൻ്റെ അകത്ത് എന്ത് വേണം, ഒരു കാന്താരി മുളക് കൂടി ചേർക്കണം നമുക്ക് തോന്നും. ടേസ്റ്റ് ബഡിലേക്ക് തലച്ചോറുണ്ടാക്കുന്ന തോന്നൽ. ഒരു ഗർഭിണിക്ക് തോന്നും ഗർഭാശയത്തിലെ കുഞ്ഞ് നിലനിൽക്കണമെങ്കിൽ ഗർഭാശയത്തിൽ അസിഡിറ്റിയുള്ള ദ്രാവക ഉള്ളത്. ഈ ദ്രാവകം ആർത്തവ സമയത്ത് പോകാൻ നിവൃത്തിയില്ല. കാരണം ആർത്തവം നിന്നു, ഗർഭിണിയാണ്. അപ്പോൾ ഛർദ്ദിച്ച് പോകണം. അപ്പോൾ അത്രയും പിത്തരസം ഛർദ്ദിച്ച് കളഞ്ഞ് കുഞ്ഞിനെ രക്ഷിക്കും. ഹൈപ്പോതലമസ് ആ തോന്നലുണ്ടാകും. പുളിയും കയ്പുമുള്ള മഞ്ഞ നിറമുള്ള ബിൽറൂബിൻ ഉള്ള കോശങ്ങൾ നശിക്കുമ്പോൾ ബാക്കിയാവുന്ന മഞ്ഞ നിറം അടങ്ങിയ വെള്ളം ഛർദ്ദിക്കും. അതൊരാവശ്യമാണ്. കാരണം അത് കളയാൻ മാത്രം കാൽഷ്യം ശരീരത്തിന് പിൻവലിക്കാൻ നിവൃത്തിയില്ല. അത്രയും കാൽഷ്യവും ഫോസ്ഫറസും ഗർഭാശയത്തിൽ ഇരിക്കുന്ന കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. എല്ല് വളരാൻ, ഗർഭാശയത്തിലെ കുഞ്ഞിൻ്റെ എല്ല് വളരാൻ കാൽഷ്യവും ഫോസ്ഫറസും ആവശ്യമുള്ളതുകൊണ്ട് ഇത് ഛർദ്ദിച്ച് കളയലാണ് വഴി. ഛർദ്ദി നിർത്താൻ നിങ്ങൾക്ക് എവാമിൻ കൊടുക്കാം, അവിൽ കൊടുക്കാം, ഒരുപാട് മരുന്നുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ ജനിക്കുന്ന കുഞ്ഞ് മിക്കവാറും ജനിക്കില്ല, അബോർഷനാവും. ഛർദ്ദി നിർത്തിയാൽ അബോർഷനാവും. അബോർഷനായില്ലെങ്കിൽ ജനിക്കുന്ന കുഞ്ഞ് വികലാംഗനാവാം, അപസ്മാര രോഗിയായിട്ട്, തലച്ചോറിൻ്റെ വളർച്ച കുറഞ്ഞ് അപസ്മാര രോഗിയായിട്ട് മാറാം സാധ്യതയാണ്. ഇത് ശരീരപ്രക്രിയയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ബഡ് നമ്മളോട് പറയുന്നുണ്ട് പുളി വേണം തോന്നും ചിലപ്പോൾ നമുക്ക്. അപ്പോൾ പുളി ആവശ്യമാണ്, ശീലം കൊണ്ട് തോന്നുന്നുണ്ട്. പതിവായി പുളി ഉണ്ടായാലേ ഊണ് കഴിക്കാൻ പറ്റുന്നുള്ളവർ അച്ചാറ് കൂട്ടിയാലേ ഊണ് കഴിക്കാൻ പറ്റുള്ളൂ, മീൻ കിട്ടിയാലേ ഊണ് കഴിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ശീലങ്ങളാണ്. ശീലങ്ങൾ ഉറച്ച സ്വഭാവമായി മാറിപ്പോയതാണ്. അത് വേറെ കാര്യം. കാലോചിതമായി ഉണ്ടാവുന്നതാണ് തലച്ചോറിൻ്റെ തോന്നൽ. നമുക്ക് ചവർപ്പ് രസം വേണം തോന്നും, ഒരു നെല്ലിക്ക കണ്ടാൽ തിന്നാൻ തോന്നും. അപ്പോൾ നമുക്ക് വൈറ്റമിൻ സി കുറവുണ്ട്. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി കിട്ടാവുന്നൊരു സാധനം നെല്ലിക്കയാണ്. നെല്ലിക്ക കണ്ടാൽ വാങ്ങാൻ തോന്നും, ഇത് ഉപ്പിലിട്ട് തിന്നാൻ തോന്നും, ഇത് ഉപയോഗിച്ച് അച്ചാറുണ്ടാക്കിയിട്ടോ ചമ്മന്തി ഉണ്ടാക്കിയിട്ടോ കഴിക്കാൻ തോന്നും. കൂടുതൽ അറിയുന്നവരാണെങ്കിൽ നെല്ലിക്ക ചെത്തി കാന്താരി മുളകും അല്പം ഉപ്പും ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് പാനകമായിട്ട് കഴിക്കും. വൈറ്റമിൻ സി പെട്ടെന്നുണ്ടാവും. നെല്ലിക്കയുടെ ജ്യൂസ് കുട്ടികൾക്ക് കൊടുക്കും. അപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഹൈപ്പോതലമസ് ഇൻഡ്യൂസ് ചെയ്യുന്ന പീറ്ററ്ററി ഗ്രന്ഥിയിലൂടെ ടേസ്റ്റ് ബഡിൽ ഉണ്ടാക്കുന്ന രസനം. എന്തുകൊണ്ട് ഗർഭിണി പച്ചമാങ്ങ തിന്നുന്നു? കാൽഷ്യവും ഫോസ്ഫറസും ഒന്നിച്ച് കിട്ടാവുന്ന വസ്തുവാണ് പച്ചമാങ്ങ. അതിന് കൂടെ പുളി കൂടിയുണ്ട്, വേറൊരു മെച്ചം കൂടിയുണ്ട്. അതിന് ഒരുപാട് ഉമിനീരുണ്ടാക്കാൻ കഴിവുണ്ട്. പച്ചമാങ്ങയെപ്പറ്റി വിചാരിച്ചാൽ തന്നെ വായിൽ വെള്ളപ്പൊക്കം. അപ്പോൾ ഡൈല്യൂട്ട് ചെയ്ത് ദഹിക്കാവുന്ന പാകത്തിൽ ശരീരത്തിന് കൊടുക്കാൻ പച്ചമാങ്ങക്ക് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഗർഭിണി പച്ചമാങ്ങ നിന്ന് എനിക്ക് ഗർഭാന്ന് നാട്ടുകാരെ കാണിച്ചു കൊടുക്കാനല്ല. ദാറ്റ് ഈസ് എ ബയോളജിക്കൽ നീഡ്. കാൽഷ്യവും ഫോസ്ഫറസും ഒന്നിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു നീഡ് ഉണ്ട് എന്ന് അതാണ് ഞാൻ പറഞ്ഞത്. അതാ സമയത്ത് അതുകൊണ്ടാണ് ഗർഭിണിയുടെ വ്യാക് എന്ന് ആയുർവേദക്കാരൻ പേരിട്ടിരിക്കുന്ന ഗർഭകാലത്തുണ്ടാവുന്ന ആസ്വാദന ശേഷിയുണ്ട്. അത് അതൃപ്തി വെക്കരുത്, തൃപ്തിപ്പെടുത്തണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. പക്ഷെ ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്നറിയോ, എനിക്ക് മമ്മൂട്ടിയുടെ സിനിമ ആണെന്നൊക്കെ ആഗ്രഹിച്ചു കളിയാം. കാരണം ഇതൊരു സൂത്രമാക്കി എടുത്തു കളിയുന്നു. എനിക്ക് മസാല ദോശ തന്നണം. ഒരിക്കലും മസാല ദോശ എന്നല്ല ശരീരം ആഗ്രഹിക്കുക, ഇന്ന് മിനറൽ എന്നാണ്, കാൽഷ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നത്. സിലിക്കൺ ഡയോക്സൈഡ് കുറഞ്ഞു പോയാൽ ഗർഭിണി മണ്ണ് തിന്നുകയാണ് ചെയ്യുക. സിലിക്കൺ കുറവുണ്ട് ശരീരത്തിൽ, സിലിക്കൺ വേണം പ്രതിരോധം ഉണ്ടാകാൻ. ഗർഭിണി ചെരുപ്പിട്ടിട്ടേ മണ്ണിലിറങ്ങിയിട്ടുള്ളൂ, ഷൂ സോക്സ്